നമ്മുടെ അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് ഒരു തിരുവചന ഭാഗം നമുക്ക് വായിക്കാം. എബ്രായ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 7 മുതൽ 4-ാം അധ്യായം 1 വരെയുള്ളതാകുന്ന വേദഭാഗം. ആ വാക്യങ്ങൾ ദയവായിട്ട് ആർക്കെങ്കിലും ഒരാൾക്ക് ഉറക്കെ വായിപ്പാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നു. എബ്രായ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 7 മുതൽ 4-ാം അധ്യായം 1 വരെയുള്ളതാകുന്ന വേദഭാഗം. ഈ തിരുവചന ഭാഗം ഈ ലേഖനത്തിലെ 2ാമത്തെ പ്രബോധന വചനമാണ്. ഒന്നാമതായിട്ട് അതിൻ്റെ 2-ാം അധ്യായത്തിൽ 1 മുതൽ 4 വരെയുള്ളതാകുന്ന തിരുവചന ഭാഗം ഒരു പ്രബോധനമായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവിടെ രേഖപ്പെടുത്തുന്നു. അവിടെ കേട്ടത് ശ്രദ്ധയോടെ കരുതാത്തത് കൊണ്ട്, ദൈവത്തിൻ്റെ വചനത്തെ നെഗ്ലക്റ്റ് ചെയ്യുന്നത് കൊണ്ട് ഉണ്ടാകാൻ സാധ്യതയുള്ള അപകടത്തെക്കുറിച്ചാണ് ആ ഭാഗത്ത് പ്രബോധന വാക്കുകളായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ എഴുത്തുകാരനിൽ കൂടെ ദൈവജനത്തോട് സംസാരിക്കുന്നത്. 2ാമത്തെ പ്രബോധന വചനം ഈ 7 മുതലുള്ളതാകുന്ന തിരുവചന ഭാഗം, ദൈവവചനം കേൾക്കുന്നു എങ്കിലും ദൈവവചനം വേണ്ടതുപോലെ ഉൾക്കൊള്ളുവാനോ അംഗീകരിപ്പാനോ കഴിവില്ലാതെ, അതിനെ വേണ്ട നിലയിൽ വിശ്വസിപ്പാൻ മനസ്സില്ലാതെ, മനഃപൂർവമായി അവിശ്വസിച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ അത് സത്യമല്ലെന്ന് പറയുകയല്ല, അതിനെ ഏറ്റെടുക്കാത്തത് അവിശ്വാസമായി ദൈവത്തിൻ്റെ ആത്മാവ് കണ്ടുകൊണ്ട് ഹൃദയം കഠിനപ്പെട്ട് തെറ്റിപ്പോകുന്ന ഒരു ഹൃദയം ഉണ്ടാകാനുള്ള സാധ്യതയും അതിൻ്റെ ഫലമായിട്ട് സ്വസ്ഥതയിൽ പ്രവേശിപ്പാൻ കഴിയാതെ ഇരിക്കുന്ന അവസ്ഥയെക്കുറിച്ചുമാണ് 2ാമത്തെ പ്രബോധന വചനം നമ്മെ മുന്നറിയിപ്പ് നൽകുന്നത്. എബ്രായ ലേഖനത്തിൽ വളരെയധികം പ്രാവശ്യം മുന്നറിയിപ്പുകൾ, പ്രബോധനങ്ങൾ, മുൻകരുതൽ എടുക്കേണ്ടതിനുള്ളതാകുന്ന പ്രത്യേക നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. ചിലരൊക്കെ പറയുന്നത് ഇത് ഒരു ഹൈപ്പോത്തറ്റിക്കൽ ആർഗ്യുമെന്റ് ആണെന്ന. ഹൈപ്പോത്തറ്റിക്കൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ സംഭവിക്കാൻ കഴിയത്തില്ല, പക്ഷെങ്കിൽ സംഭവിച്ചു പോയാലോ എന്ന നിലയിലുള്ളതാകുന്ന ഒരു ചിന്തയായിട്ടാണ് പലരും അതിനെക്കുറിച്ച് പറയുന്നത്. എന്നാൽ നാം മനസ്സിലാക്കണം, ദൈവവചനത്തിൽ ഹൈപ്പോത്തിസിന് സ്ഥാനമില്ല. സംഭവിക്കാൻ സാധ്യതയില്ലാത്ത ഒന്നിനെക്കുറിച്ചും ദൈവത്തിൻ്റെ വചനം പറയുന്നില്ല. ഒഴുകിപ്പോകുവാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടാണ് കേട്ടതിനെ ശ്രദ്ധയോടെ കരുതുവാനായിട്ടുള്ള പ്രബോധനം കൊടുത്തിരിക്കുന്നത്. മാത്രമല്ല, അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം ദൈവജനത്തിൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെ ഉള്ളതുകൊണ്ടാണ് അതിനുള്ള മുന്നറിയിപ്പ് നൽകുന്നത്. സാധ്യതയില്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് സാങ്കല്പികമാകുന്ന വാദങ്ങളല്ല ദൈവവചനത്തിലുള്ളത്. നാം എന്തൊക്കെ ചിന്തിച്ചാലും ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ ഗുണീകരണത്തിനായിട്ടും ഉപദേശത്തിനായിട്ടും ശാസനത്തിനായിട്ടും നൽകിയിരിക്കുന്നതാണ്. അതുകൊണ്ട് തിരുവചനത്തെ ഗൗരവമായി എടുക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് നാം ഈ രാത്രിയിൽ തുടർന്ന് ചിന്തിപ്പാനായിട്ട് ദൈവകൃപയിൽ ശരണപ്പെടുന്നത്. പുതിയ നിയമത്തിൽ വിശ്വാസികളുടെ ജീവിതവും അവരുടെ ജീവിതയാത്രയും ഉപമിക്കുവാൻ, അല്ലെങ്കിൽ അതിനെ ഇലസ്ട്രേറ്റ് ചെയ്യുവാൻ, അതിനെ വിശദീകരിക്കുവാൻ പഴയ നിയമ ഇസ്രായേലിന്റെ ചരിത്രം, അവരുടെ വീണ്ടെടുപ്പ്, അവരുടെ മരുഭൂയാത്ര തുടങ്ങിയ കാര്യങ്ങൾ ദൈവത്തിന്റെ വചനത്തിൽ, വിശേഷിച്ച് പുതിയ നിയമത്തിൽ അനേക പ്രാവശ്യം അതിനെ ഉപയോഗിച്ച്
പുതിയ നിയമവിശ്വാസികളുമായി താരതമ്യം ചെയ്ത് അവരുടെ പ്രബോധനത്തിനായിട്ട് എഴുതിയിട്ടുണ്ട്. ഉദാഹരണത്തിന് അനേക വേദഭാഗങ്ങളുണ്ട്. അതിൽ പ്രമുഖമായിട്ടുള്ള ഒന്ന് കൊരിന്ത്യരുടെ 1-ാം ലേഖനം 10-ാം അധ്യായം 1 മുതലുള്ളതാകുന്ന വേദഭാഗമാണ്. മറ്റൊന്ന് ഈ തിരുവചന ഭാഗമാണ്. ഇവിടെ എബ്രായ വിശ്വാസികളോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രബോധനം നൽകുമ്പോൾ ഇസ്രായേല്യരെ കുറിച്ച് അവരെ പ്രബോധിപ്പിക്കുന്നു. അവരുടെ പിതാക്കന്മാരെ കുറിച്ച് അവരോട് പറയുന്നതിന്റെ രത്ന ചുരുക്കം ഇതാണ്: അവർ ഒരു നല്ല തുടക്കം തുടങ്ങിയവരാണ്. ഭയങ്കര സന്തോഷത്തോടെ, ആനന്ദത്തോടെ, ഉല്ലാസത്തോടെ പാട്ടുപാടിക്കൊണ്ട് ഫറവോന് ഞാനിനിയും അടിമയല്ല എന്നൊക്കെ പാടി വളരെ സന്തോഷത്തോടെ ഉല്ലസിച്ച് വലിയ വിജയാഹ്ലാദത്തോടെയാണ് അവർ യാത്ര തുടങ്ങിയത്. എന്നാൽ തുടങ്ങിയ യാത്രയിലുണ്ടായിരുന്ന ആ തുടക്കത്തിലുണ്ടായിരുന്ന ഉത്സാഹവും ദൈവത്തിലുള്ള ആശ്രയബോധവും ദൈവവചനത്തിലുള്ള വിശ്വാസവും അവസാനം വരെയും അവർക്ക് നിലനിർത്തുവാൻ കഴിയാതിരുന്നത് കൊണ്ട് അവരുടെ ശവങ്ങൾ മരുഭൂമിയിൽ വീണുപോയി എന്ന് നിങ്ങൾ അറിയാതെ ഇരിക്കരുത് എന്ന് ദൈവത്തിന്റെ വചനത്തിൽ, പുതിയ നിയമത്തിൽ നമ്മോട് ആവർത്തിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു. അതുകൊണ്ട് തന്നെ ഈ തിരുവചന ഭാഗം നാം വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കുകയും അത് കേട്ട് ഗ്രഹിച്ച് അനുസരിച്ച് അത് വിശ്വാസമായി നമ്മിൽ പരിണമിച്ച് നാം നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങണമെന്നുള്ളത് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യമാണ്. ഈ ഭാഗം നമ്മൾ തുടർന്ന് ചിന്തിച്ചാൽ പ്രധാനമായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് 3 കാര്യങ്ങൾ അവിടെ പ്രധാനമായിട്ട് പറയുന്നു. ഒന്ന്, ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു മുന്നറിയിപ്പ് അവർക്ക് നൽകുന്നു. എ വാർണിംഗ് illustrating about the past experience of the people of Israel. ഇസ്രായേൽ മക്കളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു മുന്നറിയിപ്പ് കൊടുക്കുന്നു. രണ്ടാമതായിട്ട് ഹൃദയംഗമാകുന്ന ഒരു പ്രബോധനം അവരോട് പറയുകയാണ്. He exhorts the people of God. മൂന്നാമതായിട്ട് ഒരു വാഗ്ദത്തം അവരുടെ മുൻപിൽ വെക്കുകയാണ്. ഒരു മുന്നറിയിപ്പ്, പ്രബോധനം, വാഗ്ദത്തം. ഈ 3 കാര്യങ്ങളാണ് ഇവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ വിശുദ്ധന്മാരോടും അർത്ഥാൽ നമ്മോടും സംസാരിക്കുന്നത്. ആകയാൽ വളരെ ശ്രദ്ധയോടെ ദൈവത്തിന്റെ വചനം നമുക്ക് കേൾക്കാനായിട്ട് ദൈവസന്നിധാനത്തിൽ താഴ്മയോടെ ആയിരിക്കാം. ഈ തിരുവചന ഭാഗം നമ്മൾ ഓടിച്ച് വായിച്ചു നോക്കിയാൽ തന്നെ ആവർത്തിച്ച് കാണുന്ന, അതായത് 3-ാം അധ്യായം 7 മുതൽ 4-ാമത്തെ അധ്യായം അതിന്റെ 14 വരെയുള്ളതാകുന്ന വാക്യങ്ങൾ, 13 വരെയുള്ള വാക്യങ്ങൾ വളരെ പെട്ടെന്ന് വായിച്ചു നോക്കിയാലും ആവർത്തിച്ചുള്ളതാകുന്ന ഒരു പദപ്രയോഗം നമ്മൾ ഈ വേദഭാഗത്ത് കാണുന്നു. ആ പദപ്രയോഗത്തോട് ബന്ധപ്പെടുത്തിയാണ് ബാക്കി കാര്യങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ, ദൈവവചനം പഠിപ്പാനായിട്ടൊരു നല്ല മെത്തേഡാണത്. ഏതൊരു ഭാഗം നമ്മൾ എടുത്താലും ആവർത്തിച്ചു വരുന്ന പദങ്ങൾ നമ്മളൊന്ന് നോട്ട് ചെയ്ത് നോക്കുക. ഒരു പെൻസിൽ എടുത്തിട്ട് ആവർത്തിച്ചു വരുന്ന പദങ്ങളൊന്ന് അണ്ടർലൈൻ ചെയ്യുക. എന്നിട്ട് ആവർത്തിച്ചു വരുന്ന പദങ്ങളുമായി ബന്ധിപ്പിച്ച് ആ പാസേജ് ഒന്ന് മനസ്സിലാക്കാനായി ശ്രമിച്ചേ. ഭയങ്കരമാകുന്ന ഒരു പ്രകാശനം നമുക്കുണ്ടാകും. ഇവിടെ ഈ വേദഭാഗത്ത് ആവർത്തിച്ചു വരുന്ന പദപ്രയോഗം എന്നുള്ളത് സ്വസ്ഥത എന്നുള്ള വാക്കാ. സ്വസ്ഥത, റെസ്റ്റ്. 11-ാം വാക്യത്തിലും 18-ാം വാക്യത്തിലും 4-ന്റെ 1-ലും അതിന്റെ 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിലും
4-ാം അധ്യായം തന്നെ 8 മുതൽ 11 വരെയുള്ളതാകുന്ന വാക്യങ്ങളിലും ആവർത്തിച്ച് സ്വസ്ഥത എന്ന പദം രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് വായിപ്പാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. സ്വസ്ഥത എന്ന പദം 2 അർത്ഥങ്ങളിലാണ് ഇവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒന്ന്, ദൈവത്തിന്റെ സ്വസ്ഥത. എന്താണ് ആ വാക്കിനാൽ ദൈവത്തിന്റെ വചനം അർത്ഥമാക്കുന്നത്? അതിന്റെ 4-ാം അധ്യായം 4-ാം വാക്യത്തിൽ ഉൽപ്പത്തി പുസ്തകം 2:2 ആവർത്തിച്ച് അല്ലെങ്കിൽ അതിനെ ഉദ്ധരിച്ച് അല്ലെങ്കിൽ ആ ആശയം എടുത്തുകൊണ്ട് ദൈവം തന്റെ പ്രവർത്തികളിൽ നിന്നും നിവൃത്തനായിരുന്നതിനെ കുറിച്ച് സ്വസ്ഥത എന്ന പദപ്രയോഗം അവിടെ പറഞ്ഞിരിക്കുന്നു. രണ്ടാമതായിട്ട് ഇസ്രായേൽ മക്കളോടുള്ള ബന്ധത്തിൽ ഈ പദപ്രയോഗം അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. അവർ കനാനിൽ ചെന്ന് അവിടെ അവരനുഭവിച്ചതാകുന്ന സ്വസ്ഥതയെ, റെസ്റ്റിനെ സൂചിപ്പിക്കുന്ന പദമായിട്ട് അത് ഉപയോഗിച്ചിട്ടുണ്ട്. ആ വാക്യം ഒന്ന് എടുത്ത് വായിക്കാം. മറ്റേത് നമുക്ക് കാണാതെ അറിയാവുന്നതായതുകൊണ്ടാണ് ഞാൻ എടുത്ത് വായിപ്പിക്കാഞ്ഞത്. ആവർത്തന പുസ്തകം 12-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം ഒന്ന് വായിക്കാം. ആവർത്തനം. നിങ്ങൾക്ക് തരുന്ന സ്വസ്ഥതയ്ക്കും അവകാശത്തിനും നിങ്ങൾ ഇതുവരെ എത്തിയിട്ടില്ലല്ലോ. നോക്കുക, അവിടെ ഇസ്രായേൽ ജനത കനാൻ ദേശത്ത് അനുഭവിപ്പാനുള്ളതാകുന്ന ആ ആത്മീക അനുഭവത്തെ സ്വസ്ഥത എന്ന പദം കൊണ്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് നിശ്ചയമായിട്ടും നമ്മുടെ ആത്മീക അനുഭവമായിട്ട് ദൈവത്തിന്റെ ആത്മാവ് അത് ഇവിടെ എടുത്തെഴുതുക. അതിനെക്കുറിച്ച് ഞാൻ പിന്നെ പറയാം. നമ്മൾ താഴോട്ട് നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കർത്താവായ ദൈവം തന്റെ പ്രവർത്തികളിൽ നിന്നും നിവൃത്തനായി എന്നതിനാൽ ആ പദപ്രയോഗം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കൊണ്ട് അത് ദൈവം ചെയ്തു തീർത്തതാകുന്ന ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കുന്നതാണ്. അത് മറ്റൊന്നുമല്ല, നിശ്ചയമായിട്ടും സകലവും നിവൃത്തിയായി എന്ന് ക്രൂശിന്മേൽ ഉറക്ക പറഞ്ഞുകൊണ്ട് വിജയ ശ്രീലാളിതനായിട്ട് മരണത്തെയും പാതാളത്തെയും ജയിച്ചടക്കിക്കൊണ്ട് പാപികളായിരുന്ന നമുക്ക് നിത്യമാകുന്ന രക്ഷ തന്നതിനെയാണ് ദൈവം തന്റെ പ്രവർത്തികളിൽ നിന്നും നിവൃത്തനായി എന്ന വിഷയം എബ്രായ ലേഖനത്തിൽ ഉദ്ധരിക്കുമ്പോൾ കാൽവറി ക്രൂശിൽ നിവർത്തീകരിക്കപ്പെട്ട ആ രക്ഷണ്യ വേലയെ കുറിച്ചാണ് ദൈവത്തിന്റെ വചനം നമ്മളെ പ്രബോധിപ്പിക്കുന്നത്. അത് വിശ്വാസത്താൽ യേശുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി ആ സ്വസ്ഥതയിൽ പ്രവേശിച്ചിരിക്കുകയാണ്. അത് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ 2 വാക്യങ്ങൾ പെട്ടെന്നൊന്ന് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 11:28 എബ്രായർ 4:3 ദയവായിട്ട് പെട്ടെന്നൊന്ന് വായിക്കണം. നോക്കുക, യേശു പറഞ്ഞു, എന്റെ അടുക്കൽ വാ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും, സ്വസ്ഥത തരാം, ആശ്വാസം തരാം. എബ്രായർ 4:3 പെട്ടെന്ന് ക്യുക്ക് നോക്കുക. വിശ്വസിച്ചവരായ നാം ആണെന്ത്? അപ്പൊ യേശുവിന്റെ ചെയ്തു തീർത്ത ആ രക്ഷണ്യ പ്രവൃത്തി, രക്ഷാ പദ്ധതി ഒരു സ്വസ്ഥതയാണ്. അതിൽ വിശ്വസിക്കുന്നവരെന്ത് ചെയ്യും? പ്രവേശിക്കും. ഞാൻ എൻ്റെ വാക്കുകളെ മുൻപോട്ട് കൊണ്ടുപോകട്ടെ. നമുക്ക് വളരെയധികം കാര്യങ്ങൾ ചിന്തിക്കുവാനായിട്ടുണ്ട്.
രണ്ടാമത്, ഞാൻ മുമ്പേ പറഞ്ഞു, കനാൻ ദേശത്ത് ഇസ്രായേൽ മക്കൾ അനുഭവിച്ച സ്വസ്ഥത. അവിടെ ദൈവം അവർക്ക് സ്വസ്ഥത കൊടുത്തു. അതൊരു കണ്ടീഷണൽ ബ്ലെസ്സിംഗ്. ആ സ്വസ്ഥത അവരോട് പറഞ്ഞു, നിങ്ങൾ കടന്നു ചെല്ലണം, ഞാൻ തന്നേക്കുകയാണ്. കടന്നു ചെല്ലണം, യുദ്ധം ചെയ്യണം, കീഴടക്കണം. അപ്പൊ അങ്ങനെയെങ്കിൽ അതിനെക്കുറിച്ച് പുതിയ നിയമം പറയുന്നത് നിശ്ചയമായും നമ്മൾ മനസ്സിലാക്കണം. വിജയകരമാകുന്ന കർത്താവിൻ്റെ ആ കർത്തൃത്വത്തിന് കീഴ്പ്പെട്ട് വിശുദ്ധിയോടെ വേർപെട്ടതാകുന്ന, സമർപ്പിക്കപ്പെട്ടതാകുന്ന, ദൈവഹിതം ചെയ്യുവാൻ ഒരുക്കമുള്ളതാകുന്ന വിശുദ്ധിയും വേർപാടിൻ്റെയും ജീവിതമാണ് രണ്ടാമത്തെ സ്വസ്ഥത. ഞാൻ പെട്ടെന്ന് മനസ്സിലാക്കി തരാം. നമ്മൾ മുൻപേ മത്തായിയുടെ സുവിശേഷം 11:28 വായിച്ചല്ലോ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. വിശ്വസിച്ച് കടന്നു വന്നു ആശ്വാസം കിട്ടും, സ്വസ്ഥത കിട്ടും. എന്നാൽ അടുത്ത വാക്യം ഒന്ന് ശ്രദ്ധിച്ച്, 29-ാം വാക്യം. നോക്കുക, രണ്ടാമത്തെ വിഷയം മറന്നു പോകരുത്. 28-ാം വാക്യം കൊണ്ട് അവസാനിക്കുന്നില്ല. എനിക്ക് നിങ്ങൾ കീഴ്പ്പെടുമെങ്കിൽ ഞാൻ സൗമ്യതയും താഴ്മയുമുള്ളവനാകൊണ്ട് എന്റെ മുഖമേറ്റ് എന്നോട് പഠിപ്പിൻ. ആരാ പഠിക്കേണ്ടത്? നേരത്തെ ഭാരം ചുമന്നുകൊണ്ട് നടക്കുകയായിരുന്നു, യേശുവിന്റെ അടുക്കലേക്ക് വന്നു, സ്വസ്ഥത. അവരുടെ ഉത്തരവാദിത്തം എന്താ? യേശുവിന്റെ മുഖം ഏറ്റെടുക്കുന്നു, യേശുവിന്റെ കർത്തൃത്വത്തിന് വിധേയപ്പെടുന്നു. എന്നിട്ട് അങ്ങനെ മുഖമേറ്റ് പഠിക്കുമെന്നുണ്ടെങ്കിൽ ഒരു സ്വസ്ഥത ലഭിക്കും. അതെന്താ? നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം ലഭിക്കും. ഭാവിയാണ്. അപ്പോൾ മനസ്സിലാക്കണം, വീണ്ടും ജനന അനുഭവം ഒരു സ്വസ്ഥതയാണ്. എന്നാൽ വിജയകരമാകുന്ന, വേർപെട്ടതാകുന്ന വിശുദ്ധ ജീവിതമാണ് അടുത്ത സ്വസ്ഥത. ഈ ദൈവജനത്തിന് ആദ്യത്തെ സ്വസ്ഥത അവർ അനുഭവിച്ചു. പക്ഷെങ്കിൽ രണ്ടാമത്തെ സ്വസ്ഥത ചുരുക്കം ചിലരെ അനുഭവിച്ചുള്ളൂ. അതിൻ്റെ കാരണങ്ങളും മുന്നറിയിപ്പുകളുമാണ് ഇവിടെ നൽകുന്നത്. രണ്ടാമത്തെ സ്വസ്ഥതയും മൂന്നാമത്തെ സ്വസ്ഥത ഭാവിയിൽ വരാനുള്ളതാ, അതും ബന്ധപ്പെട്ടിരിക്കുക. അതാണ് നമ്മൾ 4-ാം അധ്യായത്തിൽ വായിച്ചത്. അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കുന്നു. ആർക്ക്? എന്റെ കൂടെ ഉണ്ടോ? നിങ്ങളെ മനസ്സിലാകുന്നുണ്ടോ? ഒന്നാമത്തെ സ്വസ്ഥത, യേശുവിന്റെ അരികിലേക്ക് പാപിയായി പാപഭാരം ചുമന്നുകൊണ്ട് ഞാൻ വരുമ്പോൾ ഒരു ചോദ്യം ചോദിക്കാതെ എന്നെ കൈനീട്ടി സ്വീകരിച്ച് എന്നെ ആശ്വസിപ്പിച്ച് ഞാൻ ആയിരിക്കുന്നത് പോലെ എന്നെ ഉൾക്കൊണ്ട് എനിക്ക് സ്വസ്ഥത തരുന്നു. രണ്ടാമത്, എനിക്ക് സ്വസ്ഥത തന്ന എൻ്റെ കർത്താവിനെ ഞാൻ സ്നേഹിക്കുന്നെങ്കിൽ നിർബന്ധത്താൽ അല്ല, അവനോടുള്ള സ്നേഹത്താൽ അവന്റെ മുഖം എന്റെ കഴുത്തിന്മേൽ വെച്ചിട്ട് അവൻ നടത്തുന്ന വഴിയെ ഞാൻ പോകാൻ ആഗ്രഹിക്കുമ്പോൾ എൻ്റെ ആത്മാവിന് സ്വസ്ഥത കിട്ടും. അങ്ങനെ ആ വഴിയെ പോകുന്നവർക്ക് ഒരു വാഗ്ദത്തമുണ്ട്, അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം. ഈ 3 കാര്യങ്ങൾ വളരെ ഗൗരവത്തോടെ നമ്മൾ മനസ്സിലാക്കണം. എനിക്കറിയാം, ഇങ്ങനെയുള്ളതാകുന്ന ഉപദേശങ്ങൾ വളരെ ചുരുക്കമേ നമ്മൾ കേൾക്കാറുള്ളൂ. ഈ 4-ാം അധ്യായം
9-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ പെട്ടെന്ന്. ആകയാൽ ദൈവത്തിന്റെ ജനത്തിന് എന്തോ ശേഷിച്ചേക്കുന്നു? ശബത്തനുഭവം. അതിനെക്കുറിച്ച് തന്നെയാണ് വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞേക്കുന്നത്. പെട്ടെന്നൊന്ന് വായിച്ചേ 14:13. വായിച്ചോ. അതന്നെ നോക്കുക. അപ്പൊ 3-ാമത്തെ ശബത്തനുഭവം. 1-ാമത്തെ ശബത്തനുഭവം സ്വസ്ഥത, കാൽവറി ക്രൂശിങ്കൽ ആരംഭിക്കുന്നു. 2-ാമത്തെ ശബത്തനുഭവം സ്വസ്ഥത, ക്രിസ്തുവിന്റെ നുകത്തിന്റെ കീഴെ തുടരുന്നു. 3-ാമത്തെ ശബത്തനുഭവം നിത്യതയിൽ നമ്മെ കാത്തിരിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഇതാണ് ഇവിടെ എബ്രായ വിശുദ്ധന്മാരോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നത്. നമുക്ക് വളരെ പെട്ടെന്ന് ഈ കാര്യം ഒന്ന് ചിന്തിക്കാം. ആദ്യത്തെ സ്വസ്ഥത 2-ാമത്തെ സ്വസ്ഥതയിലേക്ക് നയിക്കണം എന്നാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അത് നയിക്കപ്പെടാതിരിക്കാനുള്ള സാധ്യതയുള്ളത് കൊണ്ടാണ് അതിനെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകുന്നത്. ആ 2-ാമത്തെ സ്വസ്ഥതയിലേക്ക് പ്രവേശിച്ച ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അവൻ ഉറപ്പോടെ മുൻപോട്ട് നോക്കിക്കൊണ്ട് അടുത്ത സ്വസ്ഥതയ്ക്ക് വേണ്ടി അവനിവിടെ കാത്തിരിക്കുകയാണ്. ഇതിനെക്കുറിച്ച് ദൈവത്തിന്റെ വചനം നമ്മളെ എന്താ പഠിപ്പിക്കുന്നത്? നമ്മൾക്ക് ആ ഭാഗം പെട്ടെന്ന് ശ്രദ്ധിക്കാം. അതിന്റെ 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ ഇവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് 95-ാം സങ്കീർത്തനം അതിന്റെ 7 മുതൽ 11 വരെയുള്ളതാകുന്ന വേദഭാഗമാണ് എടുത്ത് ഉദ്ധരിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവസഭയിലുള്ളതാകുന്ന അല്ലെങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിച്ചിരിക്കുന്ന ആ പ്രവേശനം അൺകണ്ടീഷണൽ അല്ല, നിബന്ധനകൾക്ക് വിധേയമാകുന്ന പ്രവേശനമാണ് നമുക്കിപ്പോൾ ലഭിച്ചേക്കുന്നത്. മറന്നു പോകരുത്, നിബന്ധനകൾക്ക് വിധേയമായ പ്രവേശനം. ആദ്യത്തേതിന് ഒരു കണ്ടീഷനുമില്ല. ഏത്? കർത്താവിന്റെ അടുക്കലേക്ക് വരുമ്പോൾ ഒരു ചോദ്യവും ചോദിക്കാതെ നമ്മൾ ആയിരിക്കുന്നത് പോലെ just as we are. മനസ്സിലാക്കണം, മുടിയനാകുന്ന പുത്രൻ അവൻ മടങ്ങി വരുമ്പം പിതാവ് എന്താ ചെയ്യുന്നതെന്നറിയാമോ? അവനെ ചെന്ന് ആലിംഗനം ചെയ്യുക, അവനെ കെട്ടിപ്പിടിക്കുകയാണ്, അവന് ചുംബനം നൽകുകയാണ്. ഒരു ചോദ്യം ചോദിക്കുന്നില്ല. എന്നാ അടുത്ത സ്റ്റെപ്പ് മറന്നു പോകരുത്. അടുത്ത സ്റ്റെപ്പ് എന്താണെന്നറിയാമോ? വായിച്ചിട്ടുണ്ടോ? അടുത്ത സ്റ്റെപ്പ് ഇവന്റെ വസ്ത്രമെല്ലാം മാറ്റിയിട്ട് നല്ല വസ്ത്രം ഇടാൻ പറഞ്ഞു. നോക്കണേ, പിതാവ് അവനെ സ്വീകരിക്കുന്നത് അവനായിരിക്കുന്നത് പോലെ. ഏതൊരു പാപിയെയും ദൈവം സ്വീകരിക്കുന്നത് അവനായിരിക്കുന്നത് പോലെ സ്വീകരിക്കും. മറന്നു പോകരുത്. അടുത്ത സ്റ്റെപ്പ് അവന്റെ വസ്ത്രം മാറ്റാൻ പറഞ്ഞു, അവന്റെ ചെരുപ്പ് മാറ്റാൻ പറഞ്ഞു. അവനാകപ്പാടെ വ്യത്യാസം വരുത്തുവാനുള്ള കൽപ്പന പിതാവ് കൊടുത്തു. അവന് വേണമെങ്കിൽ പറയാം, എന്നെ പറയാം, എനിക്ക് പഴയതൊക്കെ മതിയെന്ന് പറയാം. പക്ഷെ വേറൊരു കാര്യമുണ്ട് എൻ്റെ പ്രിയരെ, ശരിയായി പിതാവിന്റെ സ്നേഹം മനസ്സിലാക്കിയവൻ പിന്നീട് പഴയത് സന്തോഷമായിരിക്കത്തില്ല. അവന് പിതാവിന്റെ ഇഷ്ടവും പിതാവിന്റെ ഹിതവും എന്താണോ അതായിരിക്കും അവൻ ഏറ്റവും വലുത്. അപ്പൊ അതിന്റെ പ്രശ്നം എന്നാന്നറിയാമോ?
ഇന്ന് നമ്മുടെ ഇടയിൽ വന്നേക്കുന്ന വലിയൊരു കുഴപ്പം ഈ ആദ്യത്തെ ചുവട് ചൊവ്വേ സംഭവിക്കാത്തത് കൊണ്ടാ. What John Wesley called a sound conversion, ശരിയായിട്ടുള്ള ഒരു വീണ്ടും ജനന അനുഭവം പ്രാപിക്കാത്തത് കൊണ്ട് രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് അനേകർ വരുന്നില്ല. നോക്കണം, ഇവിടെ ദൈവത്തിന്റെ വചനം ആരോടാ സംസാരിക്കുന്നതെന്ന് മറന്നു പോകരുത്. ഈ 95-ാമത്തെ സങ്കീർത്തനം പറയുന്നത് ആരോടാണെന്നറിയാമോ? ആരോടാണെന്നുള്ളത് അവിടെ എഴുതിയിട്ടുണ്ട്. 95-ാം സങ്കീർത്തനം 1 മുതൽ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ, ഒന്ന് വായിച്ചേ പെട്ടെന്ന്. സ്തോത്രത്തോടെ സ്തുതിയോടെ പാട്ടോടെ അവന്റെ സന്നിധിയിൽ വന്നോ. അത് വളരെ ആവശ്യമാ. പക്ഷെങ്കിൽ അവരോട് പറയുക, സ്തോത്ര സ്തുതി മാത്രം പോരാ. 7-ാം വാക്യം മുതൽ, ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നു എങ്കിൽ നിങ്ങളുടെ ഹൃദയങ്ങളെ കഠിനമാക്കരുത്. ഇന്ന് പലരും പറയുന്നതെന്നറിയാമോ? ദൈവവചന ശുശ്രൂഷയ്ക്ക് ഒരു സ്ഥാനവും ഇല്ല പലയിടത്തും. എന്നാ ദൈവത്തിന്റെ വചനം വളരെ വ്യക്തതയോടെ നമ്മോട് പറയുന്നു, സ്തോത്രത്തോടെ സ്തുതിയോടെ പ്രാകാരങ്ങളിൽ വരുന്ന ആ വിശുദ്ധന്മാരോട് പറയുക. അതൊക്കെ നല്ല കാര്യമാ. പക്ഷെങ്കിൽ ലിസൺ ടു ഗോഡ്സ് വേർഡ്. ദൈവവചനം കേൾക്ക, ദൈവവചനം അനുസരിക്ക്. നമ്മൾ പലപ്പോഴും സൗകര്യപൂർവം ഈ കാര്യം അങ്ങ് മറന്നു പോകുവാനായിട്ട് നമ്മൾ ശ്രമിക്കാറുണ്ട്. ഈ 95-ാമത്തെ സങ്കീർത്തനം ആദിമ നൂറ്റാണ്ടിൽ യഹൂദന്മാരുടെ സിനഗോഗുകളിൽ വായിച്ചിരുന്ന ഒരു സങ്കീർത്തനം. അങ്ങനെ വായിച്ച് കേട്ട് നല്ല പരിചയമുള്ള വേദഭാഗം തന്നെയാണ് ഈ വിശുദ്ധന്മാരോട് സംസാരിക്കുന്നത്. അങ്ങനെ പറയുമ്പോൾ ഒരു പ്രത്യേക വ്യത്യാസം അവിടെയുണ്ട്. അതിന്റെ 7-ാം വാക്യം ശ്രദ്ധിച്ചാൽ, ദയവായിട്ടൊന്ന് വായിച്ചേ. പരിശുദ്ധാത്മാവ് അരുളിച്ചെയ്യുന്നത് പോലെ ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മരുഭൂമിയിൽ വെച്ച് പരീക്ഷാ ദിവസത്തിലെ മത്സരത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. നോക്കുക, ഇവിടെ നമ്മൾ വായിക്കുന്നു, അന്ന്, അതായത് പുറപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിലും സംഖ്യാപുസ്തകം 20-ാം അധ്യായത്തിലും പറഞ്ഞിരിക്കുന്ന സംഭവങ്ങളെ ഉദ്ധരിച്ച് ദാവീദ് തന്റെ കാലത്ത് പറഞ്ഞ കാര്യത്തെ ഇവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എടുത്തുദ്ധരിക്കുമ്പോൾ വേണമെങ്കിൽ പറയായിരുന്നു, പരിശുദ്ധാത്മാവ് പണ്ട് അരുളി ചെയ്തതുപോലെ എന്ന് പറയാമായിരുന്നു. പക്ഷെ ഇവിടെ അങ്ങനെയല്ല പറഞ്ഞേക്കുന്നത്. പരിശുദ്ധാത്മാവ് അരുളി ചെയ്യുന്നതുപോലെ. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ വചനം ജീവനുള്ളതും ചൈതന്യമുള്ളതും ഇപ്പോഴും ജീവൻ തുടിക്കുന്നതും ഇപ്പോഴും ദൈവം എന്നോടും നിങ്ങളോടും സംസാരിപ്പാൻ ഉപയോഗിക്കുന്നതുമാകുന്ന മാധ്യമമാണ് ഈ തിരുവചനം. മറന്നുപോകരുത്. അതുകൊണ്ടാണ് പറഞ്ഞത് പരിശുദ്ധാത്മാവ് അരുളി ചെയ്യുന്നതുപോലെ. എന്നിട്ട് 2 പോസിബിലിറ്റി അവിടെ പറയുന്നു. ഒന്ന്, അരുളി ചെയ്യുന്നതൊക്കെ കേൾക്കും. പക്ഷെ 2 പോസിബിലിറ്റി ഉണ്ട്. ഒന്ന്, നിങ്ങൾക്കൊരു കഠിന ഹൃദയം വരാനുള്ള സാധ്യതയുണ്ട്. 2, നിങ്ങളുടെ ഹൃദയം തെറ്റിപ്പോകുവാനുള്ള സാധ്യതയുണ്ട്. ഈ 2 സാധ്യതയെക്കുറിച്ചും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവിടെ പറയുന്നു. പ്രിയമുള്ളവരെ, പഴയ നിയമകാലത്തെ ഈ വിശുദ്ധന്മാരെ കുറിച്ച് അവിടെ പറയുമ്പോൾ അവര് ദൈവം ചെയ്ത കാര്യങ്ങളെല്ലാം കണ്ടതാ. ദൈവത്തിന്റെ നന്മകൾ അവരനുഭവിച്ചതാ. ദൈവം ചെയ്ത കാര്യങ്ങൾ കണ്ടപ്പോൾ, ദൈവത്തിന്റെ നന്മ അനുഭവിച്ചപ്പോൾ അവര് ദൈവത്തെ സ്നേഹിക്കണമായിരുന്നു.
പക്ഷെങ്കിൽ അതിൻ്റെ നേരെ എതിരാ സംഭവിച്ചത്. ദൈവത്തിൻ്റെ നന്മ അനുഭവിക്കുമ്പോഴും ദൈവം ചെയ്ത കാര്യങ്ങളെ കുറിച്ച് അവർക്ക് അറിയാമായിരുന്നിട്ടും ഓരോ ദിവസം കണ്ണു തുറക്കുമ്പോഴും ദൈവത്തിന്റെ അത്ഭുതം കണ്ട് കണ്ണു തുറക്കുകയും സന്ധ്യക്ക് കിടക്കാൻ പോകുമ്പം ദൈവത്തിന്റെ അത്ഭുതം കണ്ട് ഉറങ്ങുകയും ചെയ്ത ഈ ദൈവജനം ഈ നന്മയെല്ലാം അനുഭവിച്ചിട്ടും അവര് ദൈവത്തെ സ്നേഹിക്കുന്നതിന് പകരം അവരുടെ ഹൃദയം കഠിനപ്പെടുകയും അവര് ദൈവത്തെ പരീക്ഷിക്കാനും തുടങ്ങി. അങ്ങനെയെങ്കിൽ ഇതിന്ന് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. എൻ്റെ പ്രിയരെ, ദൈവം ചെയ്തത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇപ്പൊ ചിന്തിക്കുമ്പം എനിക്ക് പലപ്പോഴും ചിന്തിക്കാൻ വരുന്ന തോന്നൽ എന്നാണെന്നറിയാം, അതൊരു പക്ഷേ കോയിൻസിഡൻസ് ആയിരിക്കും. ഇല്ലേ? ഇന്ന് ദൈവം നമ്മെ അത്ഭുതകരമായി നടത്തിയ വഴികളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നാം പലപ്പോഴും ദൈവത്തെ സ്നേഹിക്കുന്നില്ല. എന്നാ ഞാനൊരു കാര്യം പറയാം, ദൈവം തന്റെ ജനത്തിനു വേണ്ടി കരുതുന്നത് നീ ദൈവത്തെ ഒരു ഉപയോഗിക്കുന്ന വസ്തുവാക്കി മാറ്റാനല്ല, നീ ദൈവത്തെ സ്നേഹിക്കാനാണ്. ദൈവം തന്റെ കരുണയിൽ തന്റെ നന്മകൾ അനുഭവിപ്പാൻ ദൈവം നമ്മെ അനുവദിച്ചത്. ദൈവത്തോട് എത്രത്തോളം സ്നേഹമുണ്ട്. ഈ ജനത്തിന് പറ്റിയ കുഴപ്പം എന്നാണെന്നറിയാമോ? ഇവരെല്ലാം ഇത് അനുഭവിക്കുമ്പോഴും അവര് ദൈവത്തെ സ്നേഹിക്കുകയും ദൈവത്തോട് അടുത്ത് ചേർന്ന് നടക്കുകയും ചെയ്യേണ്ടതിന് പകരം ഇവരകന്നു പോകുകയും തെറ്റിപ്പോകുന്ന ഒരു ഹൃദയവും ദൈവത്തെ പരീക്ഷിക്കുകയും ചെയ്യുന്നവരായി അവർ തീർന്നു. അവരുടെ വാക്കുകൾ എന്നാണെന്നറിയാമോ? മന്നായൊക്കെ തന്നു, പക്ഷെങ്കിൽ ഇറച്ചിയും കൂടെ തരാൻ ദൈവത്തിന്, ഇതാണ് അവർ ചോദിച്ചത്. ഈ കാര്യമാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഒന്നാമത് ഈ മുന്നറിയിപ്പ് നൽകുന്നു. രണ്ടാമതായിട്ട് നൽകുന്ന പ്രബോധനം നമുക്ക് വളരെ പെട്ടെന്ന് ഒന്ന് ശ്രദ്ധിക്കാം. അതിന്റെ 12-ാമത്തെ വാക്യം വായിച്ചേ. സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ഒരു ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിക്കാൻ നോക്കുക. ഇത്രയും കാര്യങ്ങള് ഉദ്ധരിച്ചേച്ച് അവരോട് പറയുക. In effect, he tells the brethren, take care, brethren, that the same evil, unbelieving heart can be in you. അവര് എപ്രകാരം ദൈവത്തെ ത്യജിച്ചു കളയുന്ന അവിശ്വാസമുള്ള ഹൃദയം അവരിലുണ്ടായോ അതുപോലെ നിങ്ങളിലും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആ മുന്നറിയിപ്പ് ഇവിടെ നൽകുന്നത് നമ്മൾ വായിക്കുന്നു എന്ന് പറഞ്ഞാൽ, ആദ്യം പ്രശ്നം തുടങ്ങുന്നത് ഹൃദയത്തിലാണ്. 8-ാം വാക്യവും 10-ാം വാക്യവും ഒക്കെ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം. അതുകൊണ്ടാണ് സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുവാനായി ദൈവവചനം നമ്മളെ പ്രബോധിപ്പിക്കുന്നത്. ആദ്യം തുടങ്ങുന്നത് ഹൃദയത്തിലാണ്. ഇവരുടെ പ്രശ്നം ഹൃദയത്തിലാണ്. ഹാർട്ട് ഡിസീസ് ആയിരുന്നു ഇവരുടെ വലിയ പ്രശ്നം. ഹൃദയത്തിൽ അവിശ്വാസികളായി തീർന്ന ഈ ദൈവമക്കളെ കുറിച്ച് പറയുക എന്ന് പറഞ്ഞാൽ, ഒക്കേഷണലി ജീവിതത്തിൽ വീഴ്ചകൾ വരുന്ന അനുഭവത്തെ കുറിച്ചല്ല ഈ പറയുന്നത്. ശ്രദ്ധിക്കണേ, ഒക്കേഷണലി നമുക്കുണ്ടാകുന്ന വീഴ്ചകളും അശുദ്ധികളും പാപങ്ങളെ കുറിച്ചുമല്ല ദൈവത്തിന്റെ ആത്മാവിടെ പറയുന്നത്. പിന്നെയോ മനഃപൂർവമായി. എന്തോ മനഃപൂർവമായി എന്ന് പറഞ്ഞാൽ, എത്ര കേട്ടാലും ദൈവവചനം ദൈവം ആഗ്രഹിക്കുന്നതാകുന്ന മാനസാന്തരം നമ്മിൽ വരുത്തുന്നില്ല എങ്കിൽ അവരുടെ പേരാണ് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയമുള്ളവർ. അതിനെക്കുറിച്ചാണ് തിരുവചനം ഇവിടെ നമ്മളെ പ്രബോധിപ്പിക്കുന്നത്. നമുക്ക് വളരെ പെട്ടെന്ന് ആ കാര്യമൊന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ അങ്ങനെയെങ്കിൽ
നമുക്ക് ലഭിക്കാനുള്ള സ്വസ്ഥത, ക്രിസ്തുവിലുള്ള പരിജ്ഞാന പൂർത്തി, ആത്മീകമാകുന്ന പക്വത എന്ന സ്വസ്ഥതയും മാത്രമല്ല, ലഭിക്കാനുള്ള സ്വസ്ഥതയും നമുക്ക് കിട്ടണമെങ്കിൽ നാം എന്താ ചെയ്യേണ്ടത്? ഒന്ന്, we must listen to God's word. നാം ദൈവവചനം കേൾക്കണം. 3:7, 15, 4:7 ഈ വാക്യങ്ങളെല്ലാം തന്നെ ഇന്നു നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നു എങ്കിൽ അതിന്റെ അർത്ഥം ദൈവത്തിന്റെ വചനം എന്നുള്ളത് ദൈവം തന്റെ ജനത്തോട് സംസാരിപ്പാൻ ഉപയോഗിക്കുന്ന മാധ്യമമാണ്. അതിലൂടെ ദൈവശബ്ദം കേൾപ്പാൻ കഴിയാത്തവർക്ക് വേറെ ഒരു ശബ്ദവും വിശ്വാസികൾക്ക് കേൾക്കാൻ കഴിയത്തില്ലെന്ന് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ വിളിച്ചു പറയുക. ആരും ചിന്തിക്കരുത്, നമുക്ക് സ്വസ്ഥമായി ഓരോ ദിവസവും ദൈവവചനത്തിന്റെ മുൻപാകെ മുഴങ്കാലിൽ പ്രാർത്ഥനയോടെ ദൈവശബ്ദം കേൾക്കാൻ താല്പര്യമില്ലാത്ത ഒരുവനോട് ആരും വന്ന് തലേ കൈവച്ച് പറയുമെന്നുള്ള അബദ്ധധാരണയിൽ ഇരിക്കരുത്. അങ്ങനെ പറയുന്നെങ്കിൽ അത് ദൈവാത്മാവല്ല. കാരണം എനിക്കറിയാം നിങ്ങൾ എന്നോട് പിണങ്ങിയാന്നും എനിക്ക് വിഷയമല്ല. കാരണം ദൈവത്തിന്റെ വചനത്തിലൂടെയാണ് നാം ദൈവശബ്ദം കേൾക്കേണ്ടത്. വളരെ വ്യക്തമായിട്ടും ദൈവത്തിന്റെ ജനം അത് മനസ്സിലാക്കണം. പ്രിയമുള്ളവരെ, അതുകൊണ്ടാണ് ഈ വിശുദ്ധന്മാരെ പ്രബോധിപ്പിക്കുമ്പം ഇവർക്ക് ദൈവവചനം കേൾക്കാൻ ഇവർ മന്ദതയുള്ളവരായി തീർന്നെന്നും കേട്ടത് ശ്രദ്ധയോടെ കരുതിക്കൊള്ളാത്തവരായി തീർന്നെന്നും മാത്രമല്ല, ഇവര് ദൈവവചനം കേൾക്കാനുള്ള അവസരങ്ങളെ ഉപേക്ഷയായി കരുതുന്നവരാണെന്നും ദൈവാത്മാവ് നമ്മോട് പറയുന്നുണ്ട്. എവിടെയൊക്കെ എഴുതിയേക്കുന്നേ? 2:1 മുതൽ വായിച്ചാൽ കേട്ടത് ശ്രദ്ധയോടെ കരുതാത്തവർ. 5:11 നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ കേൾപ്പാൻ മന്ദതയുള്ളവർ. 10-ാം അധ്യായം 25-ാമത്തെ വാക്യം നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ, അതിന്റെ 24 മുതൽ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ, ചിലർ ചെയ്യുന്നതുപോലെ സഭായോഗങ്ങളെ ഉപേക്ഷയായി വിചാരിക്കാതെ. ബൈബിൾ ക്ലാസ് സഭായോഗമാണോ? ആണോ അല്ലയോ? അല്ലേ? ആന്നോ അല്ലയോ? ആന്നു. ദൈവസഭ കൂടി വരുന്നത് എന്താ? സഭായോഗമാ. വെള്ളിയാഴ്ചയോ ഞായറാഴ്ചയോ ഉള്ളതല്ല സഭായോഗം. സഭ എപ്പ കൂടി വരുന്നോ അത് സഭായോഗമാ. അങ്ങനെയെങ്കിൽ ഇവരുടെ പ്രശ്നം എന്നാ? ഇവര് ദൈവവചനം കേൾക്കാൻ ഇവർക്ക് മനസ്സില്ല. വീട്ടിലും കേൾക്കുന്നില്ല, സഭയിലും കേൾക്കുന്നില്ല. ഞാനൊരു കാര്യം പറയാം, സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല. എനിക്കറിയാം സ്തോത്രം പറയലെന്നും ഹല്ലേലൂയ പറയലെന്നും അറിയാം, പക്ഷേ സത്യമാണ് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ എന്നോട് പറ, ഞാൻ തിരുത്താൻ തയ്യാറാ. പക്ഷെങ്കിൽ ദൈവത്തിന്റെ വചനം എന്നെ പ്രബോധിപ്പിക്കുന്നത്, ദൈവത്തിന്റെ വചനം കേൾക്കാനായിട്ട് നാം തയ്യാറാകണം. കാരണം വിശ്വാസം കേൾവിയാലും, കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. അപ്പൊ വിശ്വാസമായി പരിണമിച്ച് അത് നമുക്ക് പ്രയോജനപ്പെടണമെങ്കിൽ ദൈവവചനം ഉള്ളിലോട്ട് ചെന്നേ മതിയാകെയുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ പ്രിയമുള്ളവരെ? നാം ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവത്തിന്റെ വചനം ജീവൻ ഉള്ളതാണെന്ന് 4:12 പറയുന്നു. ജീവനുള്ള ദൈവവചനം കേൾക്കാനും
അനുസരിപ്പാനും ഇഷ്ടപ്പെടാനും തയ്യാറാകാത്ത ഒരാൾക്ക് ജീവനുള്ള സത്യദൈവത്തെ എങ്ങനെ സ്നേഹിപ്പാൻ കഴിയും? ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ദൈവത്തിന്റെ വചനം ജീവനുള്ളതാ, സത്യവചനമാ. 4:12. അങ്ങനെയെങ്കിൽ 3:12 അടിസ്ഥാനത്തിൽ ആ ജീവനുള്ള ദൈവത്തിന്റെ വചനത്തിന്റെ ഓദറായിരിക്കുന്ന, അതെഴുതിയവനാകുന്ന, അത് തന്നവനാകുന്ന, അതിന്റെ ഉടമയാകുന്ന ജീവനുള്ള സത്യദൈവത്തെ എങ്ങനെ തിരിച്ചറിയാൻ കഴിയും ജീവനുള്ള വചനം കേൾക്കാതെ? പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ എന്റെ പ്രിയരെ? അവരുടെ പ്രശ്നം ഇതായിരുന്നു, they don't want to listen to God's word. എന്നാ ദൈവത്തിന്റെ വചനം പറയുന്നു, സ്വസ്ഥതയിൽ പ്രവേശിക്കണമോ? 1, ദൈവവചനം കേൾക്കണം. 2, നാം ദൈവവചനം അനുസരിക്കാൻ തയ്യാറാകണം. 3:18 വായിച്ചേ പെട്ടെന്ന്, ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാം. ആ ആ നോക്കുക, വചനം കേൾക്കുക മാത്രമല്ല, ഇയാൾ പറയുന്നൊക്കെ ശരിയാ, ഗിരിപ്രഭാഷണവും ശരിയാ, എല്ലാം ശരിയാ. പക്ഷെങ്കിൽ തെറ്റാന്നേ അംഗീകരിക്കണ്ട. അഥവാ തെറ്റാണെങ്കിൽ നിങ്ങൾ എന്നോട് പറയാൻ ധൈര്യപ്പെടുക, ഞാൻ വിനയത്തോടെ അംഗീകരിക്കാൻ തയ്യാറാണ്. എന്നാൽ നേരെ മറിച്ച് ഇത് ശരിയാണെങ്കിൽ ഞാൻ കർത്താവിന്റെ സ്നേഹത്തിൽ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. ദൈവത്തിന്റെ വചനം അനുസരിക്കുന്ന ഒരാളാണ് സ്വസ്ഥതയിൽ പ്രവേശിക്കാൻ പോകുന്നത്. അനുസരണം എപ്പോഴും കോസ്റ്റ്ലി, അത് വില കൊടുക്കണം. അബ്രഹാം ദൈവത്തെ അനുസരിച്ചപ്പോഴും ഭയങ്കര വില കൊടുത്തു. തന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് അവനെ വിളിച്ചപ്പോൾ അബ്രഹാം ചെയ്ത ഒരു കാര്യം, എല്ലാം വിട്ടു ദൈവത്തെ മാത്രം കണ്ട് അവൻ ഇറങ്ങി പുറപ്പെടുകയാണ്. അനുസരണം. ഈ എബ്രായ ലേഖനം തുടർന്ന് നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ അനുസരണത്തെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മുടെ വാഴ്ത്തപ്പെട്ടവനാകുന്ന കർത്താവിനെ കുറിച്ച് 5-ാം അധ്യായം 8-9 വാക്യങ്ങളിൽ അവൻ അനുസരണം, അതിന്റെ 5-8-9 വാക്യങ്ങൾ, താൻ പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്നവർക്ക്. അപ്പൊ കർത്താവിനെ അനുസരിക്കുന്നവർ കർത്താവ് എന്ത് ചെയ്തോ അത് ചെയ്യാൻ ബാധ്യസ്ഥരാ. അനുസരിക്കുക. 4-മതായിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞാൽ പെട്ടെന്ന് അവസാനിപ്പിക്കട്ടെ. അതിന്റെ 13-ാമത്തെ വാക്യം, 3:13. നിങ്ങൾ ആരും പാപത്തിന്റെ ചതിയാൽ കഠിനപ്പെടാതിരിക്കേണ്ടതിന് ഇന്ന് എന്ന് പറയുന്നിടത്തോളം നാൾതോറും അന്യോന്യം പ്രബോധിപ്പിച്ചു. നോക്കുക, 1 കേൾക്കുക, 2 വിശ്വസിക്കുക, 3 അതനുസരിക്കുക, 4 ആ ഉള്ളിലിരിക്കുന്നതിനെ അന്യോന്യം സംസാരിച്ച് പ്രബോധിപ്പിക്കാൻ നമുക്ക് കഴിയണം. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഒരാൾക്ക് ആത്മീകമാകുന്ന ക്ഷീണം സംഭവിക്കുന്നു, അവൻ കൂട്ടായ്മകൾക്ക് വരുന്നില്ലെന്ന് തോന്നിയാൽ ദൈവമക്കളാകുന്ന നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നറിയാമോ? ആ വ്യക്തിയെ പ്രബോധിപ്പിച്ച് അവനെ ആ കൂട്ടായ്മയിലേക്ക് കൊണ്ടുവന്ന് ദൈവവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് അവനെ മടക്കി കൊണ്ടുവരണം. ഇവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുക, അന്യോന്യം നമ്മൾ എന്ത് ചെയ്യണം? പ്രബോധിപ്പിക്കണം. അന്യോന്യം പ്രബോധിപ്പിക്കുവാനായിട്ട് നമ്മുടെ വാഴ്ത്തപ്പെട്ടവനാകുന്ന കർത്താവിനെ പോലെ തന്നെ ക്ഷീണിച്ചിരിക്കുന്നവനെ വാക്കുകൊണ്ട് താങ്ങേണ്ടതിന്, അതറിയേണ്ടതിന് യഹോവയായ കർത്താവ് എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു. യെശയ്യാ 9:4-5 വാക്യങ്ങളാ. നീ എന്റെ ചെവി തുറന്നു, ഞാനോ മറുത്തു നിന്നില്ല. എന്റെ പ്രിയരെ, അതിന് നമ്മൾ തയ്യാറാണോ? പൗലോസ് പറഞ്ഞതുപോലെ, ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തതെന്നാൽ ദൈവസന്നിധാനത്തിൽ ദൈവവചനം കേട്ട് വിശുദ്ധിയോടെ വേർപാടോടെ ജീവിക്കുകയും
മറ്റുള്ളവരെ കൂടെ ആ കൂട്ടായ്മയിലേക്ക് കൊണ്ടുവരുവാനും നമുക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട്. അങ്ങനെയെങ്കിൽ 4-ാം അധ്യായം 1-ാം വാക്യത്തിൽ അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കയാൽ ആർക്കും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ നാം ഭയപ്പെടുക. ഒരു ശബത്തനുഭവം, ഒരു സ്വസ്ഥത നമുക്ക് ശേഷിക്കുകയാണ്. ഇപ്പോൾ സ്വസ്ഥതയിൽ നമ്മൾ ജീവിക്കണം. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഒരു സ്വസ്ഥതയിൽ തുടങ്ങി, സ്വസ്ഥതയിൽ തുടർന്ന്, സ്വസ്ഥതയിൽ നിത്യമായി ജീവിക്കാനാ ദൈവം നമ്മെ വിളിച്ചേക്കുന്നത്. അത് ലഭിക്കാതെ വന്നു എന്ന് വരാതിരിപ്പാൻ നാം ഭയപ്പെടണം. അതുകൊണ്ടാണ് പഴയകാലത്ത് ഭക്തന്മാരൊക്കെ പാടി അവരുടെ പ്രത്യാശയെല്ലാം, പാവനമാം പട്ടണത്തിൽ ആരു കടന്നിടും, പാപമറ്റ ജീവിതം നയിച്ചവരല്ലോ, നീതിയായി നടന്നു, നേർ പറഞ്ഞു, മണ്ണിൽ പാതിവൃത്യമുള്ള മണവാട്ടി മാത്രമേ ആ പട്ടണത്തിൽ പ്രവേശിക്കത്തുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? പാതിവൃത്യ ഭംഗം വന്ന ആരും പ്രവേശിക്കത്തില്ലെന്ന് ഇസ്രയേലിന്റെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നെങ്കിൽ, ലോകത്തോടും അതിൻ്റെ ചിന്തകളോടും നമുക്ക് നോ എന്ന് പറയാം. കർത്താവിനായിട്ടുള്ള മണവാട്ടിയായിട്ട് ഒരുങ്ങാം. നമ്മുടെ സ്വസ്ഥത ഓരോ ദിവസവും കർത്താവിലുള്ളതാകുന്ന പരിജ്ഞാന പൂർത്തി, മെച്യൂരിറ്റി നമുക്ക് വർദ്ധിച്ചു വരണമെങ്കിൽ, ഒന്ന്, നാം കർത്താവിൻ്റെ വചനം കേൾക്കണം, കർത്താവിൻ്റെ വചനം വിശ്വസിക്കണം, കർത്താവിൻ്റെ വചനം അനുസരിക്കണം, കർത്താവിൻ്റെ വചനം മറ്റുള്ളവരുമായിട്ട് നമുക്ക് ഷെയർ ചെയ്യാൻ കഴിയണം. നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം. ഈ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം നമുക്ക് ശേഷിച്ചിരിക്കുന്നത് കൊണ്ട് അത് ലഭിക്കാതെ വരാതിരിപ്പാൻ നമുക്ക് ഭയപ്പെടാം. നമ്മുടെ പ്രവാസകാലം നമുക്ക് ഭയത്തോടെ കഴിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.